ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് LDF. അതുകൊണ്ട് തുടർഭരണത്തിന് സാധ്യത തീരെ കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും കൂടെ ഉഴുതി മറിച്ചിട്ടിരിക്കുക. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് വികസന വിരുദ്ധരാണ് രണ്ട് കൂട്ടരുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് വികസനത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുകൊണ്ട് ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. LDFനെ വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയായിരിക്കും. കാരണം കൂടുതൽ അവസരം കിട്ടുമ്പോൾ കൂടുതൽ അവർ അഴിമതിയിലേക്കും കെടുകാര്യസ്ഥയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ ബംഗാളിൽ കണ്ടത്. ബംഗാളിൽ ഏതാണ്ട് 35 വർഷത്തോളം ഭരിച്ച സർക്കാർ, ജ്യോതി ബസുവിൻ്റെ സർക്കാർ, CPM സർക്കാർ അവിടെ ഇത് പോയപ്പോൾ മുഴുവൻ പൂർണ്ണമായിട്ടില്ലാതെ പോയി. അതേ നയം തന്നെയായിരിക്കും കേരളത്തിൽ BJP തുടരാൻ പോകുന്നത്. ചേട്ടാ, നമുക്ക് പറയാം കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് LDF ആണ് ഭരണമെങ്കിലും ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അടുത്ത 2026 ഇലക്ഷനിൽ LDFന് ഒരു തുടർഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തുടർഭരണം കിട്ടുമെന്ന് പറയാൻ ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് LDF. അതുകൊണ്ട് തുടർഭരണത്തിന് സാധ്യത തീരെ കുറവാണ്. ആ വിടവ് നികത്താനായിട്ട് UDFനും സാധിക്കുകയില്ല എന്നാണ് ഒരു BJP പ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് സാധിക്കുന്നത്. ഞങ്ങളതുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ ഈ പ്രാവശ്യം വലിയൊരു മുദ്രാവാക്യം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വെച്ചിട്ടുണ്ട്. മാറും, കേരളത്തിൻ്റെ വ്യവസ്ഥിതി തന്നെ മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും കൂടെ ഉഴുതി മറിച്ചിട്ടിരിക്കുക. നാട് നന്നാകണമെന്ന് രണ്ട് കൂട്ടർക്കുമില്ല. രണ്ട് കൂട്ടരും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് വികസന വിരുദ്ധരാണ് രണ്ട് കൂട്ടരുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് വികസനത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുകൊണ്ട് ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. BJPക്ക് അടുത്ത ഭരണം കിട്ടുമെന്നാണോ? ശക്തമായ സാന്നിധ്യം BJPയിൽ ഉണ്ടായിരിക്കും, അതിശക്തമായ സാന്നിധ്യം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക? അത് ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിശക്തമായ മത്സരമുണ്ടാവും. ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എല്ലാ പഞ്ചായത്തുകളിലും BJP ശക്തമായിട്ട് മുന്നോട്ട് കയറി വരും. നമ്മുടെ നിലവിലെ കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. അപ്പം അത് വീണ്ടും അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ്ടും അധികാരം, മൂന്നാം തുടർഭരണം പിണറായി സർക്കാരിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ തുടർഭരണം എന്ന് പറയുമ്പോൾ നിലവിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ഇവിടുത്തെ BJPക്ക് അനുകൂലമായൊരു ഭരണമാണ്. കാരണം PM ശ്രീ പോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായിട്ട് അവർ സന്ധിയായിട്ട് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെല്ലാം ഇവിടുത്തെ ഒരു പരിധിവരെ RSSൻ്റെ ഒരു ഉദ്ദേശം തന്നെ. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തന്നെ അവർ തന്നെയാണ് കൈകാര്യക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ ഒരു ആരോപണമല്ല. CPIയുടെ ദേശീയ നേതാവ് ആനി രാജയുടെ തന്നെ ഒരു പ്രതികരണം അങ്ങനെയാണ്. അപ്പോൾ ആ നിലയിൽ ഞാൻ കാണുന്നത് വീണ്ടും LDF വരാൻ വേണ്ടിയാണ്. ഇതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടല്ല, നല്ല ഭരണമായതുകൊണ്ടല്ല. LDFനെ വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയായിരിക്കും. അതിൻ്റെ കാരണം ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ തുടർ ഭരണം വേണമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഈ രണ്ടാം ഘട്ടവും പിണറായി സർക്കാരിൻ്റെ ഭരണം കൂടെ മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ അവസരം കിട്ടുമ്പോൾ കൂടുതൽ അവർ അഴിമതിയിലേക്കും കെടുകാര്യസ്ഥയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ ബംഗാളിൽ കണ്ടത്. ബംഗാളിൽ ഏതാണ്ട് 35 വർഷത്തോളം ഭരിച്ച സർക്കാർ, ജ്യോതി ബസുവിൻ്റെ സർക്കാർ, CPM സർക്കാർ അവിടെ ഇത് പോയപ്പോൾ മുഴുവൻ പൂർണ്ണമായിട്ടില്ലാതെ പോയി. അതേ നയം തന്നെയായിരിക്കും കേരളത്തിൽ BJP തുടരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം LDF ജയിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു വിശദീകരണം കൂടിയാണ്, നയം കൂടിയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് അങ്ങനെയാണ്. തിരിച്ചും വരാൻ സംഭവിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് LDF വീണ്ടും വരാൻ സാധ്യതയാണ്. അത് അവിടെ നല്ല ഭരണം കൊണ്ടോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് BJPയുടെ ഒരു അജണ്ടയാണ്. കാരണം ആ അജണ്ടയിലേക്ക് അവർ വീണുപോയി. അതുകൊണ്ട് UDFൻ്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടല്ല, ഇവരുടെ ഈ സ്വയം തന്നെ ഇവർ വീണ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം BJP LDF ഒത്തുകളി അങ്ങനെയാണോ കരുതുന്നത്? ഒത്തുകളി എന്ന് പറയുന്നത് ഒത്തുകളി അങ്ങനെയല്ല പറയുന്നത്. ഒത്തുകളി എന്നുള്ളതല്ല, ഇവരറിയാവുന്ന അവരുടെ അജണ്ടയിൽ വീഴുക. അല്ലാതെ ഇവർ തമ്മിൽ ഒത്തുകളി കാണുമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യത കൂടുതൽ. PM ശ്രീയിലാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന്, അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിണറായി സർക്കാർ അത് ഒപ്പിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? PM ശ്രീ വിഷയത്തിൽ മാത്രമല്ല, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം ആദിവാസികളുള്ള പ്രവർത്തനത്തോട് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ആദിവാസികളെ ഉന്മൂലനം ചെയ്യാന്നുള്ളൊരു അജണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ മണിപ്പൂർ കലാപമാണെങ്കിലും
ഈ മാവോയിസ്റ്റിനോടുള്ള ആക്രമണങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ തമ്മിൽ ഒരു അജണ്ട. കാരണം വെച്ചാൽ ഓരോ പ്രതിവർഷവും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തിന്, അതായത് തണ്ടർബോട്ട് പോലെയുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഒരു കൃത്രിമമായിരിക്കുന്ന ഏറ്റുമുട്ടൽ സൃഷ്ടിച്ചുകൊണ്ട് ആദിവാസി വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ അവർ മാവോയിസ്റ്റുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുന്ന നയം കേരള ഗവൺമെൻറ്റും തുടരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് തുടരുന്നുണ്ട്. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിവാസികളാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകളാണ്. അദാനി പോലെയുള്ള, അംബാനി പോലുള്ള കോർപ്പറേറ്റുകളാണ്. അതാണ് മണിപ്പൂർ കലാപം. അവിടെ ആദിവാസികളുടെ വനഭൂമി തട്ടിയെടുക്കാനും അവരുടെ ആദിവാസി മേഖലയിൽ നിന്ന് അവരെ പുറത്താക്കാനും അവർ ഉന്മൂലനം ചെയ്യും. അത് ഞാൻ പറഞ്ഞത്, പിണറായി സർക്കാർ ഇപ്പം ഒരു കാര്യത്തിൽ മാത്രം, PM ശ്രീ വിഷയത്തിൽ മാത്രമല്ല, ഇവിടുത്തെ അടിസ്ഥാന ജനതയോടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരുള്ള നിലപാടിൽ പോലും BJPയുടെ നയം തന്നെ അവർ സ്വീകരിക്കുന്നത്. ഇന്ന് നൂറുകണക്കിന് ചെറുപ്പക്കാർ ലോക്കപ്പിൽ മർദ്ദിക്കപ്പെടുന്നുണ്ട്. എനിക്ക് അടുത്ത ദിവസം അറിയാവുന്ന കാര്യം പറയാം. നമ്മുടെ ബൈക്കത്ത് വെച്ചൂർ ഒരു ചെറുപ്പക്കാരൻ വരുന്ന ചെറുപ്പക്കാരനെ ഒരു അടിക്കേസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ നട്ടൽ ഇടിച്ച് പിടിച്ചിട്ട് അവന് 2.5 കിലോ പഞ്ചസാര അലകി കൊടുത്തു പോലീസ്. ഞങ്ങൾ ഇടപെട്ടിരിക്കുന്ന വിഷയം അത്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ പോലീസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ എന്താ പറയുന്നത്, ഒരു RSS വൽക്കരണം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ പാർട്ടിയുടെ അഭിപ്രായവും, ഇവിടെ LDF വരാൻ സാധ്യതയുണ്ട്. വേറെ കൊണ്ടല്ല, അത് പിണറായി സർക്കാരിൻ്റെ ബഹുമാൻ്റെ മുഖ്യമന്ത്രി നല്ല ഭരണവും കൊണ്ടൊന്നുമല്ല, അത് BJP വോട്ട് ചെയ്തവരെ കയറ്റും. അടുത്ത പ്രാവശ്യം കൂടി പൂർണ്ണമായിട്ട് CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ പോകും. യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? വളരെ കൊല്ലുക എന്ന് പറയുന്ന പോലെയുള്ള സംഭവമാണ്. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ UDFനെ സംബന്ധിച്ചിടത്തോളം, അവർക്കുള്ള തൊഴുത്തുകുത്ത് കണ്ടമാനമുണ്ട്. ഒരു MP സ്ഥാനം വന്നപ്പോൾ 60 പേരാണ് ആവശ്യപ്പെട്ടത്. രാജ്യസഭ MP സ്ഥാനത്തേക്ക് വന്നപ്പോൾ 60 പേര് ആവശ്യപ്പെട്ടത്. ഈ ത്രിതല തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർ സ്ഥാനാർത്ഥിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അവരിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ പോവുകയും വീണ്ടും LDF വരാനുള്ള സാധ്യത കൂടുതൽ. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് പിണറായി സർക്കാർ വീണ്ടും വരാം, അല്ലെങ്കിൽ LDF സർക്കാർ വീണ്ടും വരാം. അങ്ങനെ വരുമ്പോൾ ഇത് പയ്യെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകും. അപ്പം ജനങ്ങൾ അവരെ പൂർണ്ണമായിട്ട്, ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും ഈ പുതുപ്പള്ളി അടക്കമുള്ള ഈ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിൽ ചെന്നാൽ CPMനെതിരെ ജനം സംസാരിക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലാണെങ്കിലും അവരുടെ ഇടപെടലാണെങ്കിലും എല്ലാം ജനങ്ങൾ അസംതൃപ്തരാണ്. അപ്പോൾ ജനങ്ങൾ ഇവരിൽ നിന്ന് അകന്നു പോകും. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഭരണം കിട്ടുമായിരിക്കും ഇവർക്ക്. അത് വേറെ രീതിയാണ്. ഭരണം കിട്ടുകയും ചെയ്യും, ജനങ്ങൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. കൊടുക്കും ബംഗാൾ സംഭവിക്കുന്ന പോലെ അവിടുത്തെ പാർട്ടിക്കാർ ഇവിടെ എല്ലാം വന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന പോലെ നമ്മുടെ പാർട്ടിക്കാർ പലായനം ചെയ്യേണ്ടി വരും ഇവിടുത്തെ പാർട്ടിക്കാർ. അതാണ് ഞങ്ങൾ കാണുന്നത്.